എല്ലാവർക്കും നമസ്കാരം. ശനിയാഴ്ച നടക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ വരുന്ന ഒരു വിഷയമാണ് വിവരാവകാശ നിയമം 2005. അതിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അതിനായി ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നാം ഇവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കൃത്യമായി പഠിച്ച് പോകുകയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള 5 മാർക്കും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കാൻ സാധിക്കും. എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയുടെ നിലവിലെ അഥവാ 13ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം: രാജ്കുമാർ ഖോയൽ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഖോയൽ. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം: ദീപക് സന്ധു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ദീപക് സന്ധു. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം: വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ദീപക് സന്ധു. അടുത്ത ചോദ്യം: കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം: വി ഹരിനായർ. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം: പാലാട്ട് മോഹൻദാസ്. പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്ത ചോദ്യം: ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? ഉത്തരം: വിവരാവകാശ നിയമം 2005. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ് 2005 വിവരാവകാശ നിയമം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: വിവരാവകാശ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന്? 2005 ജൂൺ 15. 2005 ജൂൺ 15നാണ് വിവരാവകാശ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഉത്തരം: APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് 2005 വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. അടുത്ത ചോദ്യം: വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ ഉള്ള പ്രധാനമന്ത്രി? ഉത്തരം: മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ആണ് വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ ഉള്ള പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം: കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഉത്തരം: 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം: സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 2005 ഡിസംബർ 19. അപ്പോൾ നാം പറഞ്ഞു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. അടുത്ത ചോദ്യം: വിവരാവകാശ നിയമത്തിൽ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെ? 6 അധ്യായങ്ങൾ, 31 സെക്ഷനുകൾ, 2 പട്ടികകൾ. 6 അധ്യായങ്ങളും 31 സെക്ഷനുകളും 2 പട്ടികകളും ഉൾക്കൊള്ളുന്നതാണ് വിവരാവകാശ നിയമം 2005. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ നിയമനം, നീക്കം ചെയ്യൽ, രാജിക്കത്ത് എല്ലാത്തിനും അധികാരമുള്ളത് ആർക്ക്? ഉത്തരം: രാഷ്ട്രപതി. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കാനും നീക്കം ചെയ്യാനും രാജിക്കത്ത് സ്വീകരിക്കാനും എല്ലാത്തിനുമുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അതേപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നീക്കം ചെയ്യാനും നിയമിക്കാനും രാജിക്കത്ത് സ്വീകരിക്കുവാനും എല്ലാത്തിനുമുള്ള അധികാരം ഗവർണർക്ക്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ നടപടിയെടുക്കുന്നതിനുള്ള പരമാവധി സമയം 30 ദിവസം. നമുക്കറിയാം 30 ദിവസമാണ് സാധാരണ വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ നടപടിയെടുക്കുന്നതിനുള്ള സമയമാണ് 30 ദിവസം. അടുത്ത ചോദ്യം: വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം
ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം. ഉത്തരം 48 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയമാണ് 48 മണിക്കൂർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ. ഉത്തരം പ്രധാനമന്ത്രി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർമാനാണ് പ്രധാനമന്ത്രി. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ. ഉത്തരം 11. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണമാണ് 11. അടുത്ത ചോദ്യം, സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ. ഉത്തരം 11. 11 അംഗങ്ങളാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ അധികാര കാലയളവ്. 3 വർഷം. പുനർനിയമനമില്ല. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ അധികാര കാലയളവാണ് 3 വർഷം. പുനർനിയമനമില്ല. വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? ഉത്തരം 19(1)(a). വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? 19(1)(a). അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തിയാൽ ഒരു ദിവസത്തെ പിഴ 250 രൂപ. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തിയാൽ ഒരു ദിവസത്തെ പിഴ 250 രൂപ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തിയാൽ പരമാവധി പിഴ. ഉത്തരം 25,000 രൂപ. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തിയാൽ പരമാവധി ഈടാക്കാൻ കഴിയുന്ന പിഴയാണ് 25,000 രൂപ. ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാനായി സാധിക്കും. അത് നമുക്ക് ഉറപ്പായ ഒരു കാര്യമാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ. അടുത്ത വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.